പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടകത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരെങ്കിലും അസുഖമായി കിടക്കുമ്പോൾ അവരെ ഒന്ന് സന്ദർശിക്കുക, നല്ല വാക്ക് പറയുക, ആശ്വസിപ്പിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഈ അസുഖമായി കിടക്കുന്നവരെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഈ സന്ദർശനം അവർക്ക് ആശ്വാസമാകേണ്ടതാണ്. എന്നാൽ നമ്മുടെ ചില സംസാരവും പ്രവൃത്തിയുമൊക്കെ ഇവർക്ക് ആശങ്കയുളവാക്കുന്ന രീതിയിലേക്ക് മാറിയാലോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അസുഖം വന്ന ഒരാളെ കാണാൻ പോയാൽ നമ്മൾ അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ തന്നെയാണോ പെരുമാറുന്നത്? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ടോക്ക് ഷോയാണ് ഇന്നത്തെ നാടകത്തിൽ. ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത് സപ്തവർണ്ണങ്ങൾ എന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ 4 പേരാണ്. പട്ടാനൂർ UP സ്കൂളിൽ 50 വർഷങ്ങൾക്ക് മുൻപ് 7ാം തരത്തിൽ പഠിച്ചിറങ്ങിയവരുടെ കൂട്ടായ്മയാണ് സപ്തവർണ്ണങ്ങൾ. ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ 4 പേരുണ്ട്. ഈ 4 പേർ ഒന്നിച്ച് പഠിച്ചവരാണ്. പട്ടാനൂർ UP സ്കൂളിലെ 7ാം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തകരാണ്. അതിൻ്റെ പേര് സപ്തവർണ്ണങ്ങൾ അല്ലേ? സപ്തവർണ്ണങ്ങൾ. അപ്പോൾ അത് ഇവരെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ഈ ആശുപത്രി അല്ലെങ്കിൽ വീട്ടിൽ രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. പേര്? ഞാൻ PK കണ്ണൻ. ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചാല PR ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമുക്ക് പറ്റിയ ആളാണ്, ഇന്നത്തെ ചർച്ചയ്ക്ക് പറ്റിയ ഒരാളാണ്. ഞാൻ CB കൃഷ്ണൻ, ഒരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പോൾ വീട്ടിൽ കാര്യമായി ജോലിയൊന്നുമില്ല, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു. സ്ഥലം എവിടെയാണ്? സ്ഥലം ഇപ്പം നടുവനാടാണ് താമസിക്കുന്നത്. കർണാടകത്തിലെ സ്ഥലം? ഞാനിവിടെ കൊളപ്പം. ഞാൻ AP ചന്ദ്രൻ, പട്ടാനൂര്. കോടതി ജീവനക്കാരനായിരുന്നു. പെൻഷൻ പറ്റിയതിനു ശേഷം ഡെയിലി ബേസിൽ കോടതിയിൽ തന്നെ പോകുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു എവിടെയാണ് സ്ഥലം? പട്ടാനൂര്. ഐസ്ക്രീം പാർലർ, ഐസ്ക്രീം കമ്പനിയാണ്. എക്സ് ഗൾഫാണ്. അപ്പൊ നമ്മുടെ വിഷയം കേട്ടല്ലോ, ഇൻട്രോയില് പറഞ്ഞതുപോലെ എല്ലാവരും രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരായിരിക്കും അല്ലേ? അതെ. അപ്പൊ നമുക്ക് ആശുപത്രിയിലുള്ള ജോലി ചെയ്യുന്ന ഒരാളോട് തന്നെ ചോദിക്കാം. കാരണം ഈ ആശുപത്രിയിൽ സന്ദർശകർ വരുന്നത് കാണാറുണ്ടല്ലോ. എങ്ങനെയാണ് അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ കൂടുതലും ICUവിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. കൂടുതലായിട്ട് ആക്സിഡന്റ് കേസ് ആണല്ലോ, നമുക്ക് അറിയാൻ പറ്റില്ല എന്താണെന്ന്. അപ്പോൾ ആൾക്കാർ ആക്സിഡന്റ് ആയി എന്നറിഞ്ഞാൽ, സീരിയസ് ആണെന്ന് അറിഞ്ഞാൽ ആൾക്കാർ ബന്ധപ്പെട്ടവര് കൂടാതെ അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ ഓടി അവിടെ വരും. അപ്പൊ ടോട്ടലി അവിടെ ഒരു ക്രൗഡ് ഉണ്ടാക്കി തീർക്കും. അതിപ്പം എമർജൻസി യൂണിറ്റിലായാലും ശരി, ICUവിലേക്ക് ഷിപ്പ് ചെയ്ത് അവിടെയാലും ശരി, അവർക്കൊക്കെ ആകാംക്ഷയാണ്. ചിലപ്പോൾ അത് രോഗിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർക്കും മറ്റു ജീവനക്കാർക്കും അലോസരമായിട്ട് തോന്നാറുണ്ട്. അത് ഈ വരുന്നവരത് ചിന്തിക്കാറില്ല. വരുന്നവരെ ചിന്തിക്കാറില്ല. അവർക്ക് ഒന്നേന്നറിയേണ്ടത് ആ രോഗിയുടെ സ്ഥിതിയാണ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ആരോഗ്യ സ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് അവർ മറ്റൊന്നും ചിന്തിക്കാറില്ല. കൃഷ്ണന്റെ അഭിപ്രായത്തില് ഒരു അസുഖം വന്ന ഒരാളെ സന്ദർശിക്കണം പറഞ്ഞ അതേ അഭിപ്രായത്തോടെയാണ് ഞാൻ യോജിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓടി പിടിച്ച് പോയി ഒന്നിക്ക് ഡോക്ടർക്ക് നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് രോഗിയെ ശുശ്രൂഷിക്കാനുള്ള ഒരു ശരിയായ ഒരു അവസരം പോലും കിട്ടാതെ ജനങ്ങൾ കൂടുതലായി പോയിട്ട് അവിടെ വളരെ തിരക്കുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു വീണ്ടും കൂടുതൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രിട്ടിക്കലായി വന്ന ആള് വീണ്ടും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ആൾക്കാർ കൂടുതലും കാണുന്നത്. ചന്ദ്രേട്ട ഒരാൾ എങ്ങനെയുള്ള ഒരാളെ രോഗികളെ കാണാൻ പോകുമ്പോ എന്താണ് സംസാരിക്കാറ്? എന്റെ അഭിപ്രായം പറഞ്ഞാല് ഞാൻ പരമാവധി രോഗികളെ കാണാൻ പോകാറില്ല. എന്ന് പറഞ്ഞാല് അത് അവർ കലാവസ്ഥരാണെന്ന് എനിക്ക് അറിയാം. പിന്നൊന്ന് ICUവിൽ കിടക്കുന്ന ആളെ എന്തായാലും കാണാൻ കഴിയില്ല. പുറത്ത് നിൽക്കുന്ന ആളെ കാണാനാണ് നമ്മൾ പോകുന്നത്. എന്ത് നമ്മളവിടെ പോയോണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ICUവിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഈ 4 ഭാഗത്തുള്ള ജനലിലെ കൂടിയൊക്കെ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, അതായത് നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള
ഇത് ആ ഐസിയിലുള്ള ആൾക്ക് ഇതൊന്നും അറിയാനും പറ്റില്ലല്ലോ. ഇല്ല. അങ്ങനെയുള്ള ഒരു വെപ്രാളം കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ആരൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു ശ്രമത്തിന്റെ ഭാഗം അത്ര തന്നെ. മുതോട്ട് ഇങ്ങനെ ബോധ്യപ്പെടുത്തലാണോ ഈ സന്ദർശനങ്ങള്? അല്ല, അങ്ങനെയായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ. അതായത് പിന്നെ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഐസിയിലുള്ളത് നമ്മളെ ഒരു അടുത്ത ബന്ധു. അപ്പൊ നമുക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അല്ല, അത് ബന്ധുവിന്റെ കാര്യത്തിൽ മാത്രമാണ്. ബന്ധുവിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നത് അല്ല, ആരായാലും നമുക്ക് അടുത്ത ഒരാളാകുമ്പോൾ നമുക്ക് ആകാംക്ഷ ഉണ്ടാവും. തോന്നുന്നതാണ്. അതെ. പക്ഷെ ഐസിയുയിൽ കിടക്കുന്ന രോഗിയെ കണ്ടിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല നമുക്ക്. ജസ്റ്റ് പിന്നെ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൊണ്ട് സംസാരിച്ച് സ്ഥിതികൾ അറിയാൻ വേണ്ടിയാണ്. പകരം രക്തം വേണമെന്ന് അവിടെ വെക്കൂല, അപ്പടെ പോകും. കൂടുതലും വരുന്നത് ആക്സിഡന്റ് കേസിനാണ് ഈ പ്രശ്നം കൂടുതലും. കേസാകുമ്പോ ഇപ്പൊ നമ്മൾ എമർജൻസി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും പുറത്ത്. അല്ല, നമ്മളിപ്പോ അതൊരു ഐസിയുടെ ഞാൻ പറയുന്ന അതൊരു വശം. ഞാൻ പറയുന്ന ഒരു രോഗിയെ നമ്മൾ കാണാൻ പോകുന്നു, ഒരു നെഞ്ചു വേദനയായിട്ട് കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ ആശുപത്രിയിൽ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു നെഞ്ചുവേദനയായ ഒരു രോഗി കിടക്കുന്നു, അവിടെ പോകുന്നു, എന്തൊക്കെയാണ്, എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഇന്ന ആൾക്ക് 2 ആഴ്ച മുൻപ് ഇതേപോലെ ചെറിയൊരു വേദന വന്നതാണ്, എടുത്ത് വണ്ടി കയറ്റുമ്പോഴത്തേക്ക് കിട്ടിയും അങ്ങനെയുള്ള സംസാരം. അല്ല, അങ്ങനെ പറയാറുണ്ട്. അതായത് ഒരു രോഗിനെ കിടക്കുന്ന രോഗിനെ കാണാൻ പോകുമ്പോ അവിടെ ഏറ്റവും അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അപ്പോ അത് ആക്ച്വലി നമ്മൾ സന്ദർശിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം ഒരു രോഗിക്ക് മാനസികമായിട്ടുള്ള ഒരു ധൈര്യം, പിന്നെ കോൺഫിഡൻസ് രോഗം മാറുക. ഇപ്പൊ വ്യത്യാസമില്ല. പക്ഷെ അത് വീട്ടിലാണെങ്കിൽ പറ്റി ഹോസ്പിറ്റലിൽ പോണോ, വീട്ടിൽ പോയി അല്ല, അത് എവിടെയായാലും അത് നമുക്ക് ഒരു ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ്. ഇപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ചന്ദ്രൻ നാളെ എന്നെ കാണാൻ വരുന്നത്, എനിക്ക് സന്തോഷമല്ലേ? അപ്പൊ എന്റെ ഒരു മൂഡ് മാറും. അപ്പൊ രോഗം പെട്ടെന്ന് മാറാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുക. അല്ല, അത് ഐസി കിടക്കുമ്പോ എന്തായാലും നടക്കൂലല്ലോ. അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഐസിയു എന്നുള്ളത് എടുക്കണ്ട. നമ്മൾ പറയുന്നത് ഒരു അസുഖം വന്ന് കിടക്കുന്ന ഒരാളെ സന്ദർശിക്കുമ്പോ അവരെ പോസിറ്റീവായിട്ടല്ലേ അവരോട് സംസാരിക്കേണ്ടത്. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ എന്നുള്ള രീതിയിൽ ഇപ്പൊ അവിടെ കണ്ടുവരുന്ന ഇപ്പൊ ഐസിയുടെ അതല്ല പറയുന്നത്, ആളുകളെല്ലാം റൂമിൽ കയറി പെരുമാറുന്നതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അത് ഈ രോഗിയെ സന്ദർശിക്കാൻ എന്ന് വെച്ചാൽ എന്തെന്നാൽ ചില ആൾക്കാർക്ക് അതൊരു ടൈം പാസ് ആയിട്ട് കാണുന്നവരുണ്ട്. അത് ജസ്റ്റ് നമ്മൾ അന്ന് ടൗണിൽ പോയി, ശരി കണ്ണൻ അവിടെ കിടക്കുന്നു, രാഘവൻ അവിടെ കിടക്കുന്നു, നമ്മൾ കണ്ടിട്ട് വരാലോ, വന്നു, ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി 2 സാധനം വാങ്ങി ഇവിടെയും കയറിയിട്ട് പോയി കളയാം, വന്നു, അവിടെ ഒന്ന് അവർ ഏത് വാർഡിലാണ് കിടക്കുന്നത്, ഏത് റൂമിലാണെന്നുള്ള അന്വേഷിച്ചു, നമ്മളെ പ്രസന്റ് ഒന്ന് ചോദിച്ചു, അവിടെ ഒന്ന് കണ്ടു. അവിടെ ഇപ്പൊ ആരെങ്കിലും അവരെ കൂട്ടിയിരിപ്പുകാരും ഉണ്ടാവും, അവരോട് 2 വർത്തമാനം പറഞ്ഞു, പിന്നെ ഇന്നലെ കണ്ട സിനിമയുടെ കഥ പറഞ്ഞു, മറ്റു നാട്ടുവിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട്. കാരണം അവര് അവിടെ പോയിരിക്കുന്നു എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാൻറ്റീനിലോ കഫ്തേരിയയിൽ പോയി കാപ്പി കുടിച്ചു, വന്നു, വീണ്ടും കുറച്ച് സമയം അവിടെ ഇരുന്നു. അതൊക്കെ ചില രോഗികൾക്ക് ഒരു അരോചകമായി തോന്നാറുണ്ട്. കാരണം ചില രോഗികൾ തന്നെ സെൻസറിയിരിക്കുന്ന രോഗികൾ തന്നെ ഈ വിസിറ്റേഴ്സിനെ ആഗ്രഹിക്കാതെ വരുന്നുണ്ട്, സന്ദർശകരെ ആഗ്രഹിക്കാതെ വരുന്നുണ്ട്. അവർക്കൊരു സ്വകാര്യതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ല, ചില ഇപ്പം കുറെ ദിവസമായിട്ട് ആശുപത്രി കിടക്കും, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് താല്പര്യമായിരിക്കല്ലോ. പക്ഷെ നമ്മൾ പോയിട്ട് ഈ നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേ നാട്ടിലെ ഇതേ രോഗം വന്ന് മരിച്ച വിശേഷങ്ങളും മറ്റേ അങ്ങനെയുള്ളതല്ല പറയേണ്ടത്. അങ്ങനെയല്ലേ അത് പറയാറ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഉള്ള ആൾക്ക് കൂടുതൽ അങ്ങനെയല്ലേ അതിന്റെ ഒരു അല്ലെ, അതെ, അങ്ങനെ പറയാൻ പാടില്ല. സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് കുഴപ്പമില്ല. ഇത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പ്രശ്നം. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഒരു വശം പറയാം. ഒരു ചെറിയൊരു നെഞ്ചുവേദനയായിട്ട് കിടക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ പറയുന്നത് മറ്റേ അയാൾ ഇത്ര ദിവസം കൊണ്ട് തട്ടിപ്പോയി എന്നൊക്കെയാണ്. അതിന് പകരം നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഇതേപോലെ ഒരു വേദന വന്നതാണ്, ആകെ പേടിച്ചു പോയി, ആശുപത്രിയിൽ വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഗുളിക കൊടുത്ത് പിറ്റേന്നേരത്തേക്ക് തന്നെ സംഭവം ഓക്കെ, ഇതാ ഇന്നിപ്പം ചാടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിലും മാനസികമായിട്ട്
നല്ല ഇതായിരിക്കും. ആ രീതിയിലല്ലേ ആളുകളെ ഒരു അത്തരം ആശ്വാസം. ചില ആളുകളുണ്ട് വളരെ കൗശലപൂർവ്വം, അത് അവര് ഇങ്ങനെ ആയാൽ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ പോകുന്നതിൽ തെറ്റില്ല. എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ നോക്കി ഈ സ്വന്തം ഈ മരുന്ന് എഴുതുള്ളൂ. ഡോക്ടറെ കാണോ വലിയ ഡോക്ടർ എല്ലാവരും ഓരോരോ ആൾക്കാരും ഡോക്ടർമാരാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് പറ്റിയ രീതിയിൽ ഉള്ള മരുന്നുകൾ യൂട്യൂബിൽ നോക്കുക, അത് കണ്ടുപിടിക്കുക. അത് ഡോക്ടർ പറഞ്ഞേക്കാളും എഫക്റ്റ് അതിനാണെന്നാണ് ഡോക്ടർ മേലെ വിശ്വാസമില്ല. നല്ലൊരു ഡോക്ടർ ഇതെല്ലാം ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു, കോവിഡ് സമയം. അതെ, അത് ഹോസ്പിറ്റലിൽ പോകണ്ട, ഉണ്ടാകുന്നേ അവർക്ക് രോഗമില്ല, രോഗികൾക്ക് തന്നെ ശരിക്കും പോകണ്ട, രോഗമില്ല. കോവിഡ് മാത്രം എല്ലാ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയും പോകുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ഒരു രോഗം ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പൊ ഈ വൈറൽ ഫീവർ അതിലുണ്ടല്ലോ, ഒരിക്കലും പോയി കാണാൻ പാടില്ല. കാരണം ഒരാൾക്കുള്ള ആ രോഗം നമ്മൾ അവിടെ പോയിട്ട് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതെ. പിന്നെ മറ്റൊന്ന് ഈ നമ്മൾ പകരാനുള്ള ഏറ്റവും ഒരു എളുപ്പ വഴിയാണ് ശരിക്കും ഈ ആശുപത്രിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പാർക്കിൽ സിനിമക്കോ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്ന ലാഘവത്തോടെ പോകുന്നവരുണ്ട്. അതായത് കുട്ടികളെയൊക്കെ കൂട്ടി ഭക്ഷണവും കാര്യങ്ങളും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഇരുന്ന് വളരെ കലബലിയായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ ആശുപത്രിയിൽ? അത് തീർച്ചയായിട്ടും ആ രോഗിക്ക് മാത്രമല്ല, ആ പരിസരത്തുള്ള ഇപ്പൊ ജനറൽ വാർഡാണെങ്കിൽ മറ്റുള്ള രോഗികൾ കൂടെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. കാരണം ട്വിൻ ഷെയറിംഗ് റൂംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയിട്ട് മറ്റുള്ള രോഗിക്ക് ഇതിപ്പം ഈ ഒരു രോഗിക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ ബന്ധുക്കളായിരിക്കും, അയൽവക്കക്കാരായിരിക്കും. പക്ഷെ അടുത്ത രോഗിക്ക് അത് മാനസികമായിട്ട് വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ കുറെ മാറ്റം വന്നില്ലേ? കുറെ മാറ്റങ്ങളുണ്ട്. അതെ അതെ. അത് ഈ ചിലപ്പോ എനിക്ക് തോന്നുന്നേ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അസുഖമായിട്ട് കിടക്കുമ്പോ ഇതേപോലെ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. പിന്നെ കണ്ട ചില കാര്യങ്ങള് ഒന്നും അറിയാതെ കിടക്കുന്ന ഒരു രോഗി ആശുപത്രിയിൽ കിടക്കുന്നു, ഒന്നും അറിയുന്നില്ല, കോമയല്ല, റൂമിൽ തന്നെ കിടക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഒന്നുമില്ല. പക്ഷെ ഇദ്ദേഹം ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് ഈ ഒന്നിച്ച് നിൽക്കുന്നവര് നമ്മളൊക്കെ പോയാൽ പറയും, എല്ലാം പറയുന്നത് കേൾക്കാം, ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് എന്ന ചിന്തയിൽ ആ പോയി നിന്നവരും ഈ ഒന്നിച്ച് നിന്നവരും സാധാരണ രീതിയിൽ ഇതിന്റെ ഭീകരത അങ്ങ് സംസാരിക്കും. അങ്ങനെ ആയിപ്പോയില്ലേ, ഇങ്ങനെ ആയിപ്പോയില്ലേ, ഡോക്ടർ അങ്ങനെയാ പറഞ്ഞു. പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ അതല്ല അവര് മനസ്സിലാക്കുന്നുണ്ടാവും. അനുഭവം പുറത്തു പോയവരല്ല, കൂടെ നിൽക്കുന്നേ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ല. അപ്പൊ ഉള്ളി ഓപ്പറേഷൻ കഴിയുമ്പോ ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. ഈ മോൻ വിവരിക്കലാണ്, ഇത് അതിലേക്ക് കൂടി അങ്ങ് ചെത്തി കളഞ്ഞ് കാണേണ്ട കാഴ്ച. അന്നേരം ഓറി കാണുന്നുണ്ടോ? എന്റെ അനുഭവത്തിലുള്ള നമ്മൾ ഈ ചില ആൾ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ധരിച്ചിട്ട് ഇതിന്റെ ഭീകരതയെ പറ്റി അപ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവർക്ക് പ്രതികരിക്കാനും പറ്റില്ല, ഇതിനെപ്പറ്റി ഒന്ന് സംശയം ചോദിക്കാനും പറ്റില്ല, വല്ലാത്ത ഒരവസ്ഥയില്ല. അത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്കൊക്കെ പോയാല്, പ്രത്യേകിച്ചും ഈ രോഗീൻ്റെ അടുക്കെ പോയാൽ രോഗീന്റെ ഇതിനെപ്പറ്റി അഭിപ്രായം പറയോ അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കോ ചെയ്യാതിരിക്കുന്നതാണ് തോന്നുന്നു നല്ലത്, അല്ലേ? കന്നഡ എന്താണ് നമുക്ക് പല വിധത്തിലും അറിയാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പൊ അതിന്റെ ബൈസ്റ്റാൻഡറെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. അത്യാവശ്യ ഘട്ടങ്ങൾ ആൾക്കാർക്ക് എന്താണ് ഇപ്പോ അത്യാവശ്യം സാമ്പത്തിക ചന്ദ്രനത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലഡ് വേണ്ടി വരും. അങ്ങനെയുള്ള ഇതിൽ നമ്മളെ പങ്കാളികളാവുക, സഹായിക്കുക. സാമ്പത്തികം വേണ്ടുന്നവർക്ക് സാമ്പത്തികം പറ്റുന്നത് ചെയ്യുക. ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ നിരന്തരം അവരെ ശല്യം ചെയ്ത് പോയിട്ട് അവിടെ പോയി സംസാരിച്ചു അവരുടെ അസുഖത്തിന്റെ ഭീകരത ഒക്കെ പറഞ്ഞ് കുട്ടികോട്. പക്ഷെ ഇതാരും മനഃപൂർവ്വം ഒരാൾ ഇതാക്കണം എന്ന് വെച്ച് പറയുന്നതല്ല. നമ്മളിപ്പോ ഈ ഡോക്ടറാണോന്നോ അല്ല ഈ ഇന്ന ആശുപത്രി പോയിക്കൂടെ എന്നെല്ലാം പറയുന്നത് ഇദ്ദേഹത്തിന്റെ നല്ലത് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ നേരെ എതിരായി പോകുന്നു, ഫലം വരുന്നത് അങ്ങനെയാണ്. അത് പറയേണ്ട സന്ദർഭം അതല്ല, ആ രീതിയിലും അല്ല പറയേണ്ടത്, അവരോടും അല്ല പറയേണ്ടത്. പറയേണ്ടവരോട് ആ ഒരു സമയം ചെയ്യാൻ കഴിയില്ല. പിന്നെ കന്നഡ പല ഹോസ്പിറ്റലിന്റെ ഈ വാതിൽക്കലും വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കുമല്ലോ, സന്ദർശകരെ പാടില്ലാന്ന്. അത് പല കാരണം കൊണ്ടായിരിക്കില്ല, അല്ലെ? ഒന്ന് ഈ അണുബാധ, പിന്നെ മറ്റേത് വരുന്നത് കൊണ്ട് എന്നൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ചില ആള് അധികം സംസാരിച്ചാൽ പ്രശ്നം വരുന്നവരായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ സന്ദർശകരെ അനുവദിക്കില്ല എന്ന് കണ്ടാൽ നമുക്ക് എന്തായാലും കയറാനുള്ള
ഒരു ത്വരയുണ്ടാവും അതിലല്ലേ? ഉണ്ടാവും. അത് അവിടെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതോടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലില് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്. കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞാൽ അതിന് പുറത്താറ് കിടക്കില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ എന്താണ്, ഞങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ, ഇതാണ് ഒരു ഞങ്ങള് കാശ് കൊടുത്തിട്ടല്ലേ, എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൂടാ, എന്തുകൊണ്ട് നമുക്ക് ലിഫ്റ്റിൽ നമ്മൾ കയറ്റിക്കൂടാ, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ അവിടെ വരാറുണ്ട്. മാത്രല്ല ഈ പോകുന്നയാള് നമ്മള് സ്വന്തം ആള്, സന്ദർശകർ വേറെയാണ്. ഞാൻ ഒരു തർക്കം ഞാൻ കേട്ടു. അത് സന്ദർശകരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച അവിടെ തർക്കം എന്താണെന്ന് വെച്ചാൽ, ഈ കാണാൻ വന്ന ആള്, രോഗിയെ കാണാൻ വന്ന ആള് പറയുന്നത്, ഞാൻ വളരെ ദൂരത്തുനിന്ന് വരുന്നതാണ്, രാവിലെ പുറപ്പെട്ടിട്ട് വളരെ ദൂരത്തുനിന്ന് വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അനുവദിക്കാൻ പാടില്ല, അണുബാധ വരും, സർജറി കഴിഞ്ഞ് കിടക്കുന്നതാണ്, അതുകൊണ്ട് അനുവദിക്കുന്നില്ല. പക്ഷെ ഈ വരുന്നാൾ പറയുന്നത് ഞാൻ വളരെ ദൂരത്തുനിന്ന് വന്നതാണ്, അപ്പൊ ഇനി എനിക്ക് വരാൻ പറ്റൂല, എത്ര ദൂരെന്ന് വരുന്നതാണ്. അപ്പൊ ഈ ദൂരെന്ന് വന്നാൽ അണുബാധ വരില്ല എന്നൊന്നും ഇല്ലല്ലോ, അത് ചിന്തിക്കേണ്ടത് ഇവരല്ലേ? അതെ, അതിലെ സാധ്യത. ഒരുപാട് ആളുകൾ ടച്ച് ബസ്സിൽ വരുന്ന ആള്, ഒരുപാട് ആളുകൾ അവരെ മനസ്സിലെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദൂരെ നിന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു, ഒന്ന് കാണിച്ചേ പറ്റൂന്നാണ്. പക്ഷെ ആ രോഗിയോട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കേട്ട ഉടനെ, ഇത് കേൾക്കേണ്ട ഈ ബോർഡ് ഇനിയിപ്പോ പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഒന്ന് സുഖവിവരം അന്വേഷിച്ചിട്ട് പോയാൽ മതിയല്ലോ. പക്ഷെ ഈ നമ്മൾ അവിടെ തന്നെ പോയി ഒപ്പിടണം എന്നുള്ള നിർബന്ധം ചിലർക്ക് ഉണ്ട് തോന്നല്ലേ, ഈ രോഗിന്റെ ആളുകളാണ് ഈ ഹോസ്പിറ്റൽ അതോറിറ്റി ആയിട്ടും അവിടുത്തെ ജീവനക്കാരുമായിട്ടും ഒക്കെ വഴക്കിടുന്നതും ചലഞ്ച് ചെയ്യുന്നതൊക്കെ അത്ര ആൾക്കാർ മാത്രം. അതിനെ പറ്റിയിട്ടുള്ള അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഞാൻ പിടിച്ച മുതലിന് 2 കൊമ്പ് എന്ന അർത്ഥത്തില് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ചില ആള് ഈ ഉപദേശം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു വീട്ടിലായാലും ഡിസ്ചാർജ് ചെയ്ത് വന്ന് വീട്ടിലിരിക്കുമ്പോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുമ്പോ അതവിടെ അത്ര ദൂരെ ഇനി പോകണ്ടാവും, അത് ഇവിടെയുള്ള എവിടെയും കാണിച്ച അല്ലെ, അങ്ങനെ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് മുൻപ് ഇങ്ങനെ വന്നിട്ട് ഞാൻ മറ്റേ ആ ഒരു മരുന്നാ കഴിച്ചത്, അത് അതിൻ്റെതാണ് എന്നുള്ള രീതിയിൽ ഈ ചികിത്സ കഴിഞ്ഞ് വന്ന രോഗിയെ ഇവരെയാണ് പറയുന്നത്. ഇപ്പൊ ചിലയാൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, നമ്മളൊരു കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ അത് പോകണ്ടേ. നമ്മൾ ഉപദേശിക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കണ്ടേ. അങ്ങനെയുള്ള വിസിറ്റേഴ്സ് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ പാടില്ല അല്ലെ? ഒരിക്കലും പാടില്ല. വിസിറ്റേഴ്സ് വിസിറ്റർ തന്നെ ആയിരിക്കണം. ഗുണം ചെയ്യില്ല, മറിച്ച് ആരോഗ്യക്ക് ദോഷം ചെയ്യുന്നത്. ഈ എന്താ എന്തെങ്കിലും അനുഭവം ഇങ്ങനെയുള്ളത്? പോസിറ്റീവായിട്ട് സംസാരിക്കും, പരമാവധി പോകാതിരിക്കാനാണ് നോക്കല്. അവരുടെ സ്നേഹമില്ലായിട്ടൊന്നല്ല, പോയില്ല. അല്ല, ഒരുവരെ കാണാൻ പോവാതിരിക്കുന്നത് സ്നേഹം കൂടുതൽ ഉണ്ടെങ്കിലും പോവില്ല, കാരണം അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളത് കൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങളുണ്ടോ? അല്ല എങ്ങനെയാണ് ഒരു വിസിറ്റർ എന്നുള്ള രീതിയിൽ പോകുന്നത്? എല്ലാ സ്ഥലത്തും പോയാൽ ഇതേപോലെ ആണോ സംസാരിക്കാറ്? നമ്മളെല്ലാവരും അങ്ങനെയാണ് സംസാരിക്കാറ്. നമ്മളിപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആ ഒരു രീതി അങ്ങനെ ആയിപ്പോയതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും. നമ്മള് രോഗികളെ കാണാൻ പോയി കഴിഞ്ഞാല് കഴിയുന്നതും നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ആ രോഗത്തെ കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് ഒരു ചെറിയൊരു ബന്ധങ്ങളും സുഹൃത്ത് നാട്ടുകാരനല്ല ബന്ധു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ആയിട്ട് ബാക്കി കുട്ടികളെ പറ്റിയും ആൾക്കാരെ പറ്റിയൊക്കെ സംസാരിച്ച് കുറച്ച് സമയം നമ്മൾ അവരോട് സമയം ചെലവഴിച്ച് അങ്ങനെ പോയി. അത് എല്ലാ രോഗത്തിനും അത് പറ്റൂല, ചില രോഗത്തിനുള്ളവർക്ക് എല്ലാ രോഗത്തിനും നമ്മൾ കാണാനും പറ്റൂല. അതല്ല, കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റും. വീട്ടിൽ വന്നാലും രോഗി നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് തന്നെ ശരിയായ ഒരു രീതി അല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതെ അതെ, അനാവശ്യമായിട്ട് നമ്മൾ രോഗിയെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാ, കാണാൻ പോവാ എന്ന് പറയാതെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് ദൂരത്തുനിന്ന് ആവുന്നത് നമുക്ക് കാണണം. അതെ അതെ, ചില ആൾക്കാർക്ക് അത് ഒരു എന്താ പറയണ്ടത്, ഓൻ പോയിട്ട് കാണാൻ പറ്റിയില്ല, ഞാൻ പോയപ്പോ കേറി കണ്ടു. എന്നെ കേട്ടില്ല, അത് മറ്റേ സെക്യൂരിറ്റിക്കാരന് പരിചയമുള്ള പോയിട്ട് കാണാൻ പറ്റിയില്ല, കൃഷ്ണൻ പോയപ്പോ കണ്ടു. അതൊരു വലിയൊരു കാര്യം പോലെയാണ് ചില ആൾക്കാർക്ക്. അതിനു വേണ്ടിയാണ് തള്ളിക്കയറുന്നത് ചില ആൾക്കാർ. പിന്നെ ചെറിയ സർജറി കഴിഞ്ഞാല് സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പോ ഈ പോകുന്ന ആള് പിന്നെ ഇത് അറിയുന്നുണ്ടാവും, ഈ വിസിറ്റർ സന്ദർശകന് അറിയില്ല ഈ സംസാരിക്കാൻ പാടില്ല നമുക്ക് അറിയാം. അപ്പൊ ഈ കൂടെയുള്ളവര് പറയണം, ആദ്യം തന്നെ പോയി തുടങ്ങും, എങ്ങനെയുണ്ട് ഇതെല്ലാം ചോദിച്ചിട്ട്. അപ്പോ ഈ രോഗിക്ക് ഉണ്ടാകാൻ പാടില്ല, പക്ഷെ ഈ വന്നയാള് തുടങ്ങുമ്പോ ഇയാൾക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർജറി കേസെല്ലാം ഉണ്ടല്ലോ,
പ്രത്യേകിച്ചിട്ട് അന്വേഷിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അതെ. ആളിങ്ങനെ നമ്മളിപ്പോ സംസാരിക്കാൻ പാടില്ല. നമ്മളെ ഒരാൾ കാണാൻ പോകുമ്പോൾ നമുക്കറിയാലോ അയാൾ ഇന്ന അസുഖമായിട്ട് വന്ന് കിടക്കുന്നത്. ഒരു ഹാർട്ടിന്റെ ഇതെല്ലായ ഒരാളോടാണെങ്കിൽ നമ്മൾ ആദ്യം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. അത് മാത്രമല്ല, ഇങ്ങനെ കിടക്കുന്നവരോട് ചില ആളുകൾ ഒരാളോട് വന്ന ഒരാൾ പറയുന്നത് ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ആളുടെ സ്വത്ത് തർക്കത്തിനെ പറ്റിയായിരുന്നു. വീട്ടിൽ ഈ കേസും കാര്യങ്ങളെല്ലാം നടക്കുന്ന അത് എഴുതി വാങ്ങാൻ. അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റവൻ വന്നിട്ട് എന്താ ചെയ്തേ, അത് മറ്റേ വാങ്ങിയില്ല, അത് ശരിയാണോ, അല്ലെങ്കിൽ തന്നെ പകുതി ജീവനും കൊണ്ട് കിടക്കുന്ന ആളോട് പോയിട്ട് പറയുന്നത് അവരെ വീണ്ടും കോംപ്ലിക്കേറ്റ് ടെൻഷൻ ആക്കുന്ന കാര്യങ്ങളാണ് പറയുക. അതും സംസാരിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞ ആളോട്. അല്ല, ഈ നെഗറ്റീവ് സംസാരിക്കുന്നവർക്ക് ഒരു അതിരില്ല. ഏത് വിഷയത്തെ പറ്റി സംസാരിക്കുവാന്നോ, ഇയാളെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനത്തെ. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് നമ്മൾ ആരും പോയിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ച് അയാളെ കുഴപ്പത്തിലാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പറയുന്നത്. നമ്മളൊരു സ്വയം നിയന്ത്രണം വേണം എന്ന് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടല്ലേ. ചിലപ്പോ ഇത് കേട്ടാൽ ഇനിയിപ്പം കുറച്ച് ആളുകൾ ഇനി പോയിട്ട് നമ്മൾ തന്നെ ഇനി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നും ഇത് ആലോചിക്കുമല്ലോ, ഇനി അതിനുള്ള ബുദ്ധിമുട്ടുണ്ടോ, കേൾക്കുന്ന കുറച്ചാളെങ്കിലും ആലോചിക്കല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രോഗി അതിന് കൂട്ടത്തിൽ നിൽക്കുന്ന ആളോട് നമ്മൾ കുറച്ച് സംസാരിച്ചു. പരമാവധി രോഗിനെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കൂ. അയാളോട് സംസാരിച്ചപ്പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ബൈസ്റ്റാൻഡറാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. എന്നാൽ പോലും ചില ആൾ പോയിട്ട് രോഗി തന്നെ സംസാരിച്ചാൽ മതിയാവും എന്നുള്ളൊരു അവസ്ഥ എത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. എന്നാലും സമാധാനമാവും. അതാണ് ഞാൻ സംസാരിക്കാൻ പാടില്ല. അതല്ലേ എന്നോട് വർത്താനം പറഞ്ഞു ഇന്നോ ഈ പറ്റുന്ന പറയാൻ. അത് ഈ ചില നമ്മളെ മനുഷ്യ സഹജമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ പുറത്ത് വന്നിട്ട് ഞാൻ വന്നിന് ഒന്ന് പറഞ്ഞെന്ന് പറയുന്നവരുണ്ട്. ശരിയാ, നമ്മളെ മനുഷ്യ സഹജമായ അങ്ങനെയാണ്. എന്തെങ്കിലും ക്ഷണിച്ചിട്ടെല്ലാം പോയിട്ട് കണ്ടില്ലെങ്കിൽ തിരക്കാന്ന് കാണാൻ പറ്റില്ല, ഞാൻ വന്നു എന്ന് പറഞ്ഞതെന്ന് പോലെ ഞാൻ വന്നിനെന്ന് പറയുന്നവരുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ കിടക്കുന്നവർക്കും മാനസികമായിട്ട് ഒരു ഉല്ലാസം തന്നെ. ഇപ്പൊ അവര് ചില ആളൊക്കെ ചിന്തിക്കും ഇത് ഇന്ന് അവർ വന്നിനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് പോകുന്നത് തന്നെ അല്ല, നമ്മൾ ആരെ സന്ദർശിക്കാൻ പോകുമ്പോഴും അവരെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചെറിയ രോഗമായിട്ട് കിടക്കുന്ന ആളെ മാറാ രോഗിയാക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും ഇത്തരം പരമാവധി അവർക്ക് ഒരു ആത്മവിശ്വാസവും സന്തോഷവും കൊടുക്കാന്നുള്ള. നമ്മളിത് തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയുള്ളത്, നമ്മൾ ആശുപത്രിയിൽ കിടന്ന ആള് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പൊ ചില രോഗത്തിന് കൃത്യമായിട്ട് വളരെ ഇതായിട്ടുള്ള റെസ്റ്റ് എടുക്കണം, ആളുകളെ സന്ദർശകരെ അനുവദിക്കരുത്. ആശുപത്രിയിൽ കിടക്കുന്നത് പോലെ വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ വരും. പക്ഷെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നാൽ പിന്നെ കുറച്ചൊരു സ്വാതന്ത്ര്യം കിട്ടിയത് മാതിരിയാണ് ഈ രോഗിക്കും വീട്ടുകാർക്കും കാണാൻ പോകുന്നത്. അപ്പൊ പിന്നെ ആളുകളെല്ലാം പോയി എല്ലാരും വിചാരിക്കുന്ന ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു പകുതി ശരിയായി ഒന്നും പ്രശ്നമില്ല, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ അവർ വിടുമ്പോ അവര് പ്രത്യേകം പറയും പിന്നെ വീട്ടിൽ നിന്ന് സന്ദർശകർ പാടില്ലെന്ന് പറയും. പക്ഷെ അതാരും കേൾക്കൂല. അപ്പൊ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതുകൂടി നമ്മളൊന്ന് പരിഗണനയിൽ എടുക്കണം എന്നുള്ളതാണ് അല്ലെ. ഈ പോകുന്നവര് പരിഗണിക്കണം, അതായത് ഇദ്ദേഹം റെസ്റ്റിലാണ്, അപ്പൊ അതൊന്ന് കുറച്ചൊരു ഇതായതിനു ശേഷം ഫോണിൽ അന്വേഷിക്കാമല്ലോ, മറ്റുള്ളവരോടൊക്കെ അന്വേഷിക്കാറ്. നമുക്ക് ആശുപത്രി പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് അടിച്ചാൽ കയറി വന്ന് ഏതായാലും ആശുപത്രി പോകാൻ പറ്റില്ല, എന്നാ പിന്നെ വീട്ടിലേക്ക് പോവാ, കുടുംബസമേതം വീട്ടിലേക്ക്. അതാണ് അവസ്ഥ. എവിടെ പോയാലും വീട്ടിൽ പോയി കാണാൻ പോയാലും ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ വ്യക്തി ശുചിത്വം വളരെ നിർബന്ധം. അതൊരു കറക്റ്റായ പോയിന്റ് ആണല്ലേ. അതിപ്പോ നമ്മൾ ഈ വീട്ടിൽ പോകുന്നത് പറഞ്ഞത്, വീട്ടിൽ വന്ന ഒരു രോഗി വീട്ടിൽ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോൺ വിളിച്ചൊന്ന് ചോദിക്കുമല്ലോ. അതല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ആ വീട്ടിൽ നിന്നുള്ള ഒരാളെ കണ്ടാൽ എന്തുണ്ട് ഇന്നാള് ഇപ്പം കുഴപ്പമില്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അധികം ആളെയൊന്നും അനുവദിക്കുന്നില്ല, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ മടങ്ങിപ്പോണ്ടതാണ്. പക്ഷെ ഇത് കേട്ട ഒന്നും കൂടി വാശ എന്നാ ഇത് കണ്ടേ അടങ്ങുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ എന്നാ കണ്ടേ വരുള്ളൂ എന്നുള്ള ഇതുണ്ടാവും. അതാണ് ഈ ചർച്ചേന്റെ ഒരു പൊതുവായ. മാത്രല്ല ഈ ചില ആള് പിന്നെ കണ്ടിട്ട് പോയിട്ട് പറയും വളരെ മോശം പിന്നെ സ്ഥിതിയാണ്, വേഗം പോയി കണ്ടോ, ചിലപ്പോ നാളെ കാണാൻ പറ്റില്ല. അത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇയാൾ ഇതും കേട്ട് അവിടെ പോയിട്ട് എന്നോട് മറ്റേ ഇവൻ പറഞ്ഞിട്ടാ വന്നത്, ഇപ്പം തന്നെ പോയി കണ്ടോന്ന് പറഞ്ഞിട്ടാ വന്നത്, അതും പറയൂ. പിന്നെ വേറെ ആർക്കും കാണേണ്ടി വരില്ല. അങ്ങനെയുള്ള സംസാരങ്ങള് പോകുമ്പോ അവർക്ക് വീട്ടുകാർക്ക് ഒരു ആശങ്കയുണ്ടാവും. ആശങ്കയുണ്ടാവും. ശരിയാണ്, ഇങ്ങനെയുള്ള
ചിലപ്പോ വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ബാക്കി ചില കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഇത് ആള് ഇങ്ങനെ പോകുമ്പോൾ വീട്ടുകാർക്കും കൺഫ്യൂഷൻ ആവും, ഇതെന്താ സംഭവം, എന്തോ സംഭവം ഉണ്ട് ഇവിടെ. ആശുപത്രിയിൽ ഉള്ള ജോലി ചെയ്യുന്ന കണ്ണേട്ടൻ്റെ ഒരു അഭിപ്രായത്തോടെ നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പോകുമ്പോൾ നമ്മൾ സ്വയം ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതല്ലേ? അതെന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ? തീർച്ചയായിട്ടും നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ അത് ഏത് തരത്തിലുള്ള രോഗിയാണെന്ന് ആദ്യം, നമ്മുടെ ICUലുള്ള രോഗിയാണോ അല്ല ഇൻഫെക്ഷൻ ഇത് ചെയ്യുന്ന രോഗിയാണോ, അതൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ പോകാൻ. ചിലപ്പോൾ സർജറി, വലിയ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ബൈസ്റ്റാൻഡർ അടുത്ത് ചോദിക്കണം, എന്നാൽ കാണാൻ പറ്റുമോ, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് സന്ദർശിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പൊതുവായ അഭിപ്രായം. അല്ലാതെ അവിടെ പോയിട്ട് അവിടെ കേട്ട പാതി ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് അവന് ഇങ്ങനെയുള്ള അസുഖമാണ്, അല്ലെ അവൾക്ക് ഇങ്ങനെയുള്ള അസുഖമാണ്, അത് പെട്ടെന്ന് മാറത്തില്ല, ഡോക്ടർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കും. അത് ആ സ്ഥാപനത്തെയും ആ ചികിത്സിക്കുന്ന ഡോക്ടറെയും അതുപോലെ തന്നെ ഇവരെ ബൈസ്റ്റാൻഡറായിട്ട് ഇരിക്കുന്ന വീട്ടുകാരെയും ഒക്കെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു, അതിനേക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതില് അതെ, അപ്പോ ഒരു രോഗിയെ നമ്മളിപ്പം ഹോസ്പിറ്റലായാലും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷവും നമ്മൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു നല്ല ഒരു സമീപനത്തോടു കൂടി അത്യാവശ്യമാണെങ്കിൽ മാത്രം പോവുക. ഒരുപാട് ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടുകാർക്ക് തിരക്കുണ്ടാക്കിയിട്ടും അവർക്ക് രോഗീനെ പരിചരിക്കേണ്ട സമയമില്ലാത്ത രീതിയിൽ എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ പോയവരെ നമുക്ക് ഒരു ഗസ്റ്റായിട്ട് അവരെ കണ്ടിട്ട് അവർക്ക് ചായ കൊടുക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ അവരെയും നോക്കണം, രോഗിയെയും നോക്കണം. അപ്പോൾ അത് വലിയൊരു ലോഡായിട്ടാണ് ശരിക്ക് ആ വീട്ടിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒഴുകി പോയി രോഗിയെ കാണാന്നുള്ള നിലയിലാണ് പോകുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും കൂടി തള്ളിക്കേറി അങ്ങോട്ട് പോകുമ്പോൾ ആ വീട്ടിലും ശരിക്കും പറഞ്ഞ ഒരു വിഷമം തന്നെയായിരിക്കും. അപ്പോൾ പരമാവധി നമുക്ക് കഴിയുന്ന ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ പോവുക, കാണുക, നല്ല കാര്യങ്ങൾ പെട്ടെന്ന് സംസാരിക്കുക, വരിക, അതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ പറഞ്ഞെങ്കിലും രോഗീനെ കാണാൻ പോകുന്നതിന് എതിരായതുകൊണ്ടല്ല, അവരോട് സ്നേഹം തന്നെ. ഇപ്പോൾ ആധുനികമായ കാലത്ത് പല സംവിധാനങ്ങളുണ്ട്. ഒന്ന് ഫോൺ വിളിക്കുക, കണ്ടേ അടങ്ങുമെങ്കിൽ ഒരു വീഡിയോ കോളെങ്കിലും ചുരുങ്ങുക ചെയ്യുക. നേരിട്ട് പോയിട്ട് നമ്മളെ അസുഖം എന്തെങ്കിലും നമുക്ക് അസുഖം ഉണ്ടെന്നൊന്നും അറിയില്ല, അവർക്ക് ഉണ്ടാക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. അതായത് നമ്മളെ സ്വന്തം ആളായിരിക്കും രോഗിയായിട്ടുണ്ടാവുക. അപ്പോൾ അയാളെ കാണാൻ പോകുമ്പോൾ അയാളെ രോഗം പെട്ടെന്ന് മാറണമെന്നാണ് നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ആ രോഗം മാറണമെങ്കിൽ അയാൾ എല്ലാ മരുന്നെല്ലാം കുടിക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ ആ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ആത്മവിശ്വാസം അത് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ മാത്രമേ ഒരു സന്ദർശനം രോഗിയെ നടത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, ചില ആളുകൾക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും. നമ്മൾ ഇന്നലെയുള്ള സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഇന്നുണ്ടാവുക. ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു നയ പൈസയുടെ കയ്യിൽ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കണക്ക് ഇടണം. അതായത് നമ്മളൊരു സ്വന്തം ആളെ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അയാളെ അസുഖം മാറാൻ എന്തൊക്കെയാണ് വേണ്ടത്, പെട്ടെന്ന് റിക്കവർ ആകാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയില്ല, ഗെറ്റ് വെൽ സൂൺ എന്നെല്ലാം പറയില്ല. അവർ പോയിട്ട് സ്വന്തം ആൾക്കാർ പോയിട്ട് അവർ ഗെറ്റ് വെൽ സൂൺ എന്നെല്ലാം പറയില്ല. അതുപോലെ നമ്മൾ അതിനാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ രോഗിയെ രോഗം മാറി പെട്ടെന്ന് വരട്ടെ എന്നുള്ള ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി ആണ്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യാനുള്ളതാണ്. അതായത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ, ഉണ്ടാക്കാത്ത വിധത്തിൽ അതിപ്പോൾ ഹോസ്പിറ്റലായാലും ശരി, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നതിന് ശേഷമായാലും ശരി, നമ്മുടെ സന്ദർശനങ്ങളെല്ലാം അവർക്ക് ആശ്വാസമാകട്ടെ, ആശങ്കയാകാതിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ടോക്ക് ഷോയിൽ പങ്കെടുത്തത്, വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിച്ചത് പട്ടാനൂർ UP സ്കൂളിലെ 7ാം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സപ്തവർണ്ണങ്ങൾ എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അവരോട് മയിൽ ഹൈവിഷൻ്റെ നന്ദി പറയുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു. ഇന്നത്തെ നാടകം ഇവിടെ സമാപിക്കുന്നു. പുതിയ പരിപാടിയുമായി വീണ്ടും കാണാം.